സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു കാരണവശാലും ഒരു വിദേശ രാജ്യത്തിനും കൈമാറാനേ പാടില്ല എന്നുള്ളതാണ് ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ അയത്തുള്ള കൊമേനി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ കാണണം. 60% സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇറാന്റെ കയ്യിലുള്ളത്. ഏകദേശം 440 കിലോഗ്രാമോളാണ് അത് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇറാൻ ഇതിന്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സമ്പുഷ്ടീകരണം ഞങ്ങൾ 90%-ത്തിലേക്ക് എത്തിക്കും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ 90%-മാണ് വെപ്പൺ ഗ്രേഡ് യുറേനിയം എന്ന് പറയുന്നത്. ഇതില് ഇറാൻ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇറാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാന്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാത്തതാണ്. ഇറാനിൽ ആക്ച്വലി ഒരു ഫത്വയുണ്ട്. അതായത് ഇത്രയധികം മനുഷ്യരെ നശിപ്പിക്കുന്ന നശീകരണമായിട്ടുള്ള ഒരു ആയുധം ഇറാൻ നിർമ്മിക്കില്ല എന്നുള്ള ഒരു ഫത്വ യഥാർത്ഥത്തിൽ ഇറാനിന് നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിവര് പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമില്ല. പക്ഷേ ഇപ്പോ ഇറാനിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനും IRGCക്കും അവിടുത്തെ മിലിറ്ററി ഹെഡ്സിനും എല്ലാം ഉള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ കാരണം എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ മുജ്തബ ഖമനേയി ഒരു കാരണവശാലും യുറേനിയം കൈമാറരുത് എന്ന് പറയുന്നതിന് വേറൊരു കാരണം കൂടെ, ഈ യുറേനിയം കയ്യിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇറാന് വിലപേശലുള്ളൂ എന്നുള്ളതാണ്. ഇറാന്റെ മേലെ അറ്റാക്കിന് വേണ്ടിയിട്ട് മുതിരുന്ന സമയത്ത് ഇറാന് മുന്നോട്ട് വെക്കാനും ഇറാന് ഒരു ത്രെട്ടായിട്ട് കാണിക്കാനും പറ്റുന്നത് 60% ഞങ്ങൾ സമ്പുഷ്ടീകരിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അത് ഇനി 90-ലേക്ക് എത്തിക്കും, ഞങ്ങളുടെ മേലെ ഇനി അറ്റാക്കിന് വരരുത് എന്ന രീതിയിലുള്ള ഒരു ഡിറ്ററൻസിന് വേണ്ടിയിട്ടും ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയത്തിനെ ഇറാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ഇതിനകത്ത് കാണേണ്ടതാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇറാൻ ആക്ച്വലി ബാലിസ്റ്റിക് മിസൈലിന്റെ എഞ്ചിനീയറിംഗ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലിന്റെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യ ഇറാന്റെ കയ്യിലുണ്ട്. ക്രൂസ് മിസൈലുകളുടെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യയും ഇറാന്റെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, ഡ്രോണുകളുടെ സാങ്കേതിക വിദ്യയും ഇറാന്റെ കയ്യിലുണ്ട്. അപ്പോ 90% വെപ്പൺ ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞാല് അതിനെ എങ്ങനെ ഈ പറയുന്ന മിസൈലുകളിൽ അറ്റാച്ച് ചെയ്യണം, അതിന്റെ ട്രിഗറിംഗ് മെക്കാനിസം എങ്ങനെ ആയിരിക്കണം എന്നുള്ള സകല ഡീറ്റെയിലും യഥാർത്ഥത്തിൽ ഇറാന്റെ കയ്യിലുണ്ട്. ആ നോളജ് ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തേണ്ടത്, ആ നോളജും ആ ഐഡിയയും സെൻട്രിഫ്യൂജ് സിസ്റ്റങ്ങളും യഥാർത്ഥത്തിൽ ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇവര് സമ്പുഷ്ടീകരിച്ച് വെച്ചിട്ടുള്ള 60%-ത്തോളം വരുന്ന യുറേനിയത്തിനെ ഇവര് കൈമാറിയാൽ തന്നെ ഈ പറയുന്ന സെൻട്രിഫ്യൂജ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ട് ഇറാന് വീണ്ടും ഇത് സമ്പുഷ്ടീകരിക്കാവുന്നതും അതേപോലെ തന്നെ 90% വെപ്പൺ ഗ്രേഡ് ആയിട്ടുള്ള യുറേനിയം അവർക്ക് ഉണ്ടാക്കാനും പറ്റാവുന്നതേ ഉള്ളൂ. ഇതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണാൻ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോ ഇറാൻ ഇത്രയും കാലം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇറാന്റെ ഒരു കാഴ്ചപ്പാട്, അതായത് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അത് നിർമ്മിക്കുന്നതിനെ കുറിച്ചുമുള്ള ഇറാന്റെ കാഴ്ചപ്പാടുകൾ ഇതോടുകൂടെ മാറുന്നുണ്ടോ, അതോ സമ്പൂർണമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ വെപ്പൺ നിർമ്മാണത്തിലേക്ക് ഇറാൻ കടക്കുകയാണോ ഈ പ്രസ്താവനയോട് കൂടെ എന്നുള്ളതും കൂടിയാണ് ഇപ്പൊ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്.